എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നൊരു കുഞ്ഞ് റീഡിംഗ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഓക്കെ, നല്ല ഫീലിങ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവരുടെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കുഞ്ഞ് റീഡിംഗ് ആണ്, അധികം സമയം എടുക്കാതെ ചെയ്യാൻ പോകുന്ന റീഡിംഗ് ആണ്. അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, ഇനി പേഴ്സണൽ റീഡിംഗ് നമുക്ക് മെയ് 4-ാം തീയതിയേ അവൈലബിൾ ഉള്ളൂ. ഞാനൊന്ന് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, യാത്രയിലായിരിക്കും. അതുകൊണ്ട് കുറച്ച് തിരക്കുകൾ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് 4-ാം തീയതി മാത്രമേ എനിക്കിനി പേഴ്സണൽ റീഡിങ്ങിന് സാധിക്കുകയുള്ളൂ കേട്ടോ. ജനറൽ റീഡിംഗ് മാക്സിമം ഇടാൻ ശ്രമിക്കാം, ഒന്നുമില്ലെങ്കിലും ഷോർട്ട്സ് എങ്കിലും ഇടാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ അപ്പം റീഡിങ്ങിലേക്ക് പോവുകയാണേ. കാർഡ്സ് എടുക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് കാണിച്ചു തരുമോ? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി, വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ എന്താണെന്ന് കാണിച്ചു തരുമോ? കറണ്ട് എനർജി ഫോർ മൈ വ്യൂവേഴ്സ്. വാട്ട് ഈസ് ദ കറണ്ട് എനർജി ഫോർ മൈ വ്യൂവേഴ്സ്? എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് എന്ന് കാണിച്ചു തരുമോ? വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് കാണിച്ചു തരും. തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി ഞാൻ നാളെ ഷോർട്ട്സ് ആയിട്ട്, നാളെയോ മറ്റന്നാളോ ഷോർട്ട്സ് ആയിട്ട് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, എടുക്കുകയാണേ. നൈറ്റ് ഓഫ് കപ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, ലവേഴ്സ്. അത് വരുന്നത് എനിക്ക് ഹാപ്പിയാണ്, അറിയാലോ. ചാരിയറ്റ്, ഏസ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് സ്വോർഡ്സ്, ഹെർമിറ്റ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്. വെരി ഗുഡ്, നല്ലത്. 2 ഓഫ് കപ്സ്, വെരി ഗുഡ്. 2 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് വാൻഡ്സ്, എംപ്രസ്, ഗുഡ്. 7 ഓഫ് കപ്സ്. ഓവർ തിങ്കിങ് ഇങ്ങനെ തുടർച്ചയായിട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണ്. അവരെന്ത് ചെയ്യുമ്പോഴും അതേ അവർക്ക് എന്താ പറയുക, ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അറ്റ് പ്രസൻറ്റ് അവർ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് മനസ്താപം തോന്നുന്നുണ്ട്, സങ്കടം തോന്നുന്നുണ്ട്, വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അനുനയിപ്പിക്കണം, സംസാരിക്കണം, മെസ്സേജ് അയക്കണം, അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പറ്റുമെങ്കിൽ ഒന്ന് വന്ന് കണ്ട് നിങ്ങളെ നേരിട്ട് സമാധാനിപ്പിക്കണം, വരുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണം, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതേസമയം ജോലിയിലും ആണ്. ജോലി സമയം കഴിഞ്ഞിട്ട് തമ്മിൽ കാണുന്ന കാര്യമാണ് അവർ ആലോചിക്കുന്നത്. ജോലിയിൽ ഭയങ്കര തിരക്കിലാണ് എന്നും കാണുന്നു കേട്ടോ. അതിനെപ്പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ട്. കറണ്ട് എനർജി ആണ് അത് ഞാൻ ചോദിച്ചത്, അതുകൊണ്ടാണ് വർക്കിൻ്റെ കാര്യവും അവിടെ വന്നിരിക്കുന്നത്. ജോലിയെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ജോലി ചെയ്യുമ്പോഴും എന്താണ് ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ലവേഴ്സ് വെച്ച് ഒരുപാട് സ്നേഹം തന്നെയാണ് കറണ്ട് എനർജിയിൽ. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. അവർക്ക് അതിഭയങ്കരമായ അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് തോന്നാറുണ്ട്. നിങ്ങൾക്കായിട്ട് ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് അവർ എടുത്തിട്ടുള്ളതെന്നും കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ കൂടുതലായും ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. എന്ത് തന്നെ ആയാലും നിങ്ങൾ രണ്ടിൽ ഒരാൾ മറ്റേ ആളുടെ അടുത്തേക്ക് യാത്ര ചെയ്ത് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, തമ്മിൽ കാണാനുള്ള സാഹചര്യം വരുന്നതായിട്ട് കാണുന്നു. കാരണം 2 ഓഫ് കപ്സിൻ്റെ എനർജി. ഏസ് ഓഫ് വാൻഡ്സ് കാണുന്ന സമയത്ത് വളരെ സ്നേഹം പ്രകടിപ്പിക്കണം, നിങ്ങളെ അനുനയിപ്പിക്കണം, നിങ്ങളുമായിട്ട് വീണ്ടും ആ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളെ അനുനയിപ്പിച്ച് ആ വഴക്ക് തീർത്ത് മുന്നോട്ട് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാറുണ്ടായിരിക്കും, നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കാം. ഓക്കെ, ഇൻ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് എല്ലാം ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ ആക്റ്റീവാണോ അവിടെയെല്ലാം ഇവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. മറ്റു വെച്ചാൽ ഇവർ എപ്പോഴും ഒരു മാനസികമായിട്ട് ഒരു ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. ഇവർക്ക് ചുറ്റും ഒരു 100 പേര് നിൽക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി ഇവരൊരു ലോണറാണ്. ഇവർക്ക് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പ്രയാസമാണ്. വളരെ അടുത്തവരോട് മാത്രമേ ഇവർക്ക് സംസാരിച്ച് ശീലമുള്ളൂ. ആ അടുത്ത ആൾക്കാരിൽ ഒരാൾ നിങ്ങളുമാണ് കേട്ടോ. നിങ്ങൾക്കായിട്ടൊരു സ്വിഫ്റ്റ് ആക്ഷൻ, എത്രയും പെട്ടെന്നൊരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നു എന്ന് കാണുന്നു. ഓക്കെ,
ടു ഓഫ് കപ്സ് നിങ്ങളെ കാണാൻ വരാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞില്ലേ, രണ്ടിൽ ഒരാൾ മറ്റേ ആളെ കാണാൻ പോകാനുള്ള സാധ്യത വളരെയധികമാണ്. കാരണം റീയൂണിയൻ്റെ ചാൻസസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. ഇത് വർക്ക് റിലേറ്റഡ് ആയിട്ടും ആയിരിക്കാം, നിങ്ങൾ തമ്മിൽ കാണുന്നത് വർക്ക് റിലേറ്റഡ് ആയിട്ടുമായിരിക്കാം. ഓക്കെ, ഒരു മീറ്റിങ്ങിൽ വെച്ച്, ഒരു ഇവൻറ്റിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു മാരേജ്, ഒരു കല്യാണം അവിടെ വെച്ച്, ബർത്ത്ഡേ പാർട്ടി, വേറെന്താ ഒരു പ്രോജക്റ്റ് മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും, അത് കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ ഇടയിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷെ സംസാരിക്കാനും കാര്യങ്ങൾ പങ്കുവയ്ക്കാനും എല്ലാമുള്ള, സ്നേഹം പങ്കുവയ്ക്കാനും എല്ലാമുള്ള സാഹചര്യം അവിടെ അവരുണ്ടാക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ കാണാനായിട്ട് വല്ലാത്തൊരു ത്വരയിൽ അവരിയ്ക്കുകയാണ്. ദേ വോണ്ട് ടു സീ യു സോ മച്ച് എന്ന്, നിങ്ങളെന്ന് കാണാൻ എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ എംപ്രസ്സാണ്. അങ്ങനെ കാണാൻ വല്ലാത്തൊരാഗ്രഹം തോന്നില്ലേ, എപ്പോഴാണ് കാണാൻ പറ്റുക? ആ കൂട്ടത്തിൽ ജനത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴും നിങ്ങൾ വരുന്നുണ്ടോയെന്ന് തന്നെ ആയിരിക്കും ഇവർ ശ്രദ്ധിക്കേണ്ടാവുക. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല എന്ന് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കറണ്ടായിട്ട് അവർ ചെയ്യുന്നുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വ്യാപൃതരാകുന്നതായിട്ട് കാണുന്നു കേട്ടോ. ജോലി സംബന്ധമായിട്ടൊരു മീറ്റിങ്ങും ആയിരിക്കാനും സാധ്യതയുണ്ട്. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. നല്ല ഇന്ന് പ്ലസൻ്റ് ആയിട്ടുള്ള കറണ്ട് എനർജിയാണ്. ദേ സീം ടു ബി ഹാപ്പി. കുറച്ച് കാർഡ്സ് കൂടി എടുക്കട്ടെ. കിങ് ഓഫ് വാൻസ്, നിങ്ങളെ പ്രതി അവർക്ക് ബഹുമാനവും സ്നേഹവും അട്രാക്ഷനും എല്ലാം തന്നെയുണ്ട്. നിങ്ങളുടെ രൂപമാവട്ടെ, നിങ്ങളുടെ ശബ്ദമാവട്ടെ, നിങ്ങളുടെ പെരുമാറ്റമാവട്ടെ, നിങ്ങളുടെ കാര്യപ്രാപ്തി ആവട്ടെ, അതെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ നിങ്ങളോടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നിങ്ങൾ പറയുന്നത് അവരതേപോലെ അനുസരിക്കാറുണ്ട് എന്ന് തന്നെ കാണുന്നു. ഒരു ആരാധനയാണ് നിങ്ങളോട് ബേസിക്കലി. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, വീണ്ടും ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് വളരെയധികം ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരിക്കും, ചാറ്റ് ചെയ്യാറുണ്ടായിരിക്കും, റെഗുലറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും രീതിയിൽ ലൈഫ് അപ്ഡേറ്റ്സ് കൊടുക്കാറുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ തന്നെയാണ് കാണുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ദൂരദേശത്തുള്ളവരും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരും ഒക്കെ അവർ ചിന്തിക്കേണ്ടത് എന്ത്, കുറച്ച് ക്ഷമയോടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോയാലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ യാത്ര ചെയ്ത് വരും വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ അല്ലേ. അങ്ങനെ ക്ഷമ വേണ്ടത് അത്യാവശ്യമാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ അവരുടെ ഫാമിലിയായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം അവർ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറി ഒരു ഗുഡ് ലക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നു. അവർ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങൾ അവരെ വിട്ടു പോകുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ആ റിലേഷൻ അവസാനിച്ചു പോകുമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതെല്ലാം മാറ്റി നല്ല രീതിയിൽ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നവർ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഇവർക്കും കൂടി ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ക്വീൻ ഓഫ് കപ്സ്, ഒരുപാട് ഇമോഷൻസ് അവർ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വളരെയധികം ഒരു എന്താ പറയുക, മനസ്സിൽ പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ ഒരുപാട് സ്നേഹം തോന്നുക, അങ്ങനത്തെ ഓവർവെൽമിങ് ഇമോഷൻസ് അവർ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കായിട്ട് എന്നും കാണുന്നു കേട്ടോ. അവരുടെ സുഹൃത്തുക്കളോട് തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം, അല്ല നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയെല്ലാം അവരവരുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലരുടെയെങ്കിലും ലൈഫിൽ ഒരു കേസ് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. സെപ്പറേഷൻ കേസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതിനെക്കുറിച്ചും അവരവരുടെ സുഹൃത്തുക്കളോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, അതുമല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത എന്തെങ്കിലും ഒരു ഇൻജസ്റ്റിസ്, ന്യായമില്ലായ്മ അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള രീതിയിൽ ഇവരുടെ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ,
അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. എത്രത്തോളം റെസനേറ്റ് ആയെന്ന് കമൻറ്റിൽ പറയൂ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റും പരമാവധി ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.